മഴയ്ക്ക് ശേഷം വരുന്ന വെയിൽ. തൃശൂരിലെ ഒരു പഴയ വീട്ടിലെ മുറ്റത്ത് ഓരോ വൈകുന്നേരവും ഒരു പെൺകുട്ടി മഴ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. അവളുടെ പേര് കീർത്തന. ജീവിതത്തിലൊരിക്കൽ പ്രണയം നഷ്ടപ്പെട്ടവൾ. അതിനുശേഷം അവൾക്ക് മഴ ഇഷ്ടമായി. കാരണം മഴ പെയ്യുമ്പോൾ ആരും അവളുടെ കണ്ണുനീർ തിരിച്ചറിയില്ല. അടുത്ത വീട്ടിലേക്ക് പുതിയൊരു കുടുംബം താമസം മാറി. അവരിലൊരാൾ അഭിരാം, ഒരു ആർട്ടിസ്റ്റ്, ചുമരുകളിൽ നിറങ്ങൾ പകരുന്ന പക്ഷെ മനസ്സിൽ ശാന്തത തേടുന്ന ഒരാൾ. ആദ്യമായി അവർ കണ്ടുമുട്ടിയത് വൈദ്യുതി പോയ ഒരു രാത്രിയിൽ. മഴ കനത്തിരുന്നു. കീർത്തനയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറന്നൊരു ചിത്രപ്പടം അഭിരാമിന്റെ കാലടിയിൽ വീണു. അതെടുത്ത് അവൻ വാതിൽ മുട്ടി. "ഇത് നിങ്ങളുടേതാണോ?" കീർത്തന അതെടുത്തു. അതൊരപൂർണ ചിത്രം. മഴയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി. പക്ഷേ അവളുടെ അരികിൽ ആരുമില്ല. "അവൾ ഒറ്റയ്ക്കാണോ?" അഭിരാം ചോദിച്ചു. "അതെ," കീർത്തന മറുപടി നൽകി. "അവൾക്കൊരാൾ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ പോയി," അഭിരാം മൃദുവായി പറഞ്ഞു. "അപ്പോൾ അവളുടെ കഥ ഇനിയും പൂർത്തിയായിട്ടില്ല." ആ വാക്കുകൾ അവളുടെ മനസ്സിൽ ഒരു ചെറിയ വെളിച്ചം തെളിച്ചു. അടുത്ത ദിവസങ്ങളിൽ അഭിരാം അവളുടെ വീട്ടുമുറ്റത്ത് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. കീർത്തന മഴ നോക്കിക്കൊണ്ടിരിക്കും. അവൻ നിറങ്ങൾ ചേർക്കും. ഒരു ദിവസം അവൻ അതേ അപൂർണ ചിത്രപടം തിരിച്ചുകൊടുത്തു. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അരികിൽ ഒരാൾ കൂടിയുണ്ടായിരുന്നു. കുട പിടിച്ചു നിൽക്കുന്ന ഒരാൾ. "നീ എന്തിനാണിത് വരച്ചത്?" കീർത്തന ചോദിച്ചു. "കാരണം മഴയ്ക്ക് ശേഷം എപ്പോഴും വെയിൽ വരും," അഭിരാം പറഞ്ഞു. "പക്ഷെ ചിലപ്പോൾ ആ വെയിൽ ഒരാളായി വരും." കീർത്തനയുടെ കണ്ണുകൾ നിറഞ്ഞു. "എനിക്ക് വീണ്ടും വിശ്വസിക്കാൻ പേടിയുണ്ട്," അവൾ തുറന്നു പറഞ്ഞു. അഭിരാം അടുത്തേക്ക് വന്നു. "ഞാൻ നിന്റെ പഴയ മഴയെ മായ്ക്കാൻ വന്നതല്ല, പക്ഷേ നിന്റെ പുതിയ വെയിലാകാൻ വന്നതാണ്." കാലം കടന്നു. മഴ കുറയുകയും മുറ്റത്ത് സൂര്യപ്രകാശം നിറയുകയും ചെയ്തു. ഒരു രാവിലെ കീർത്തന അതേ ചിത്രപടം ചുമരിൽ തൂക്കി. അവൾ ചിരിച്ചു. അവളുടെ ജീവിതത്തിലെ അപൂർണ ചിത്രം ഇപ്പോൾ പൂർത്തിയായി. ചില പ്രണയങ്ങൾ പെട്ടെന്ന് വരില്ല. അവ മഴയ്ക്കുശേഷം മൃദുവായി ഉദിക്കുന്ന വെയിലുപോലെയാണ്.